ലോട്ടറി അടിച്ചു, പിന്നെ അടിച്ചില്ല, വീണ്ടും ലോട്ടറി അടിച്ചു. മ്യൂസിയം പോലീസിന് നന്ദി. തിരുവനന്തപുരത്താണ് ഈ സംഭവം നടന്നത്. മ്യൂസിയം പരിസരത്തിലും ലോട്ടറി വിൽക്കുന്ന കല്ലൂർകാരി സുകുമാരി അമ്മ, പാവപ്പെട്ട സ്ത്രീയാണ്, 72 വയസ്സുണ്ട്. അവര് കഴിഞ്ഞ 50-50 ലോട്ടറി എടുത്തു. അത് മെയ് 14-ാം തീയതി. 15-ാം തീയതിയാണ് ലോട്ടറി ഉണ്ടായത്, ലോട്ടറിയുടെ ഫലം പ്രഖ്യാപിച്ചത്. ഏതായാലും ഈ പാവപ്പെട്ട സ്ത്രീ തൊപ്പി വിറ്റ് കിട്ടുന്ന പണത്തിൽ നിന്ന് എല്ലാ സമയവും 10-12 ലോട്ടറി എടുക്കും. ഏതായാലും 50-50യുടെ 12 ലോട്ടറി എടുത്തു. അതിനുശേഷം 15-ാം തീയതി നറുക്കെടുപ്പ് ഉണ്ടായി. അതിനകത്ത് 34, 88, 22 എന്ന ലോട്ടറി ടിക്കറ്റ് 1 കോടി അടിക്കുകയും ചെയ്തു. പക്ഷേ സുകുമാരി അമ്മ അറിഞ്ഞില്ല, അവർ ഡെയിലി തൊപ്പി വിറ്റ് പോകുന്നതാണ്. ഏതായാലും ലോട്ടറി ടിക്കറ്റ് കയ്യിലുണ്ട്, അടിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ലോട്ടറി വിറ്റ ആള് സുകുമാരി അമ്മയെ തപ്പി വന്നു. ആ ലോട്ടറിക്കാരനെ മനസ്സിലായി, ഇത് താൻ കൊടുത്ത 12 ടിക്കറ്റിനകത്താണ് ഒരു ടിക്കറ്റ് ലോട്ടറി അടിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ഈ 12 ടിക്കറ്റ് ഒന്നിച്ചെടുത്ത ആരാണെന്ന് തപ്പി നടന്നു. ഇയാൾ പേരൂർക്കടക്കാരനാണ്, കണ്ണൻ, 45 വയസ്സുണ്ട്. ആള് വലിയ ക്ലവറാണ്. അയാള് എങ്ങനെയെങ്കിലും വലിയ തട്ടിപ്പുകാരനുമാണ്. അയാൾ ഈ ലോട്ടറി കൊടുത്ത സുകുമാരി അമ്മയെ തപ്പി നടന്നു. അവരെ കണ്ടെത്തി. പുള്ളി കൃത്രിമമായ ഒരു വേല അങ്ങോട്ട് ഇറക്കി. സുകുമാരി അമ്മയോട് പറഞ്ഞ്, നിങ്ങളെടുത്ത 12 ടിക്കറ്റ് ഇങ്ങോട്ട് താ. അതിനകത്ത് 100 രൂപ വീതം ഓരോ ടിക്കറ്റിനും അടിച്ചിട്ടുണ്ട്. അപ്പൊ 1200 രൂപ. ഇന്ന് 500 രൂപ രൊക്കം പിടിച്ചോ. രൊക്കം കൊടുത്തു. 700 രൂപ അടുത്ത ലോട്ടറിയുടെ ടിക്കറ്റും കൊടുത്തു. അതൊരു സ്വാഭാവികമായ ലോട്ടറിക്കാരൻ ചെയ്യുന്നതാണ്, സംശയമൊന്നും തോന്നിയില്ല അവർക്ക്. ഏതായാലും താൻ 12 ടിക്കറ്റ് എടുത്തതിൽ ഒരു ടിക്കറ്റിന് ലോട്ടറി അടിച്ചതിൽ അവർക്ക് അറിഞ്ഞില്ല. ഏതായാലും ഈ ലോട്ടറിക്കാരൻ്റെ സ്ഥിരം എടുക്കുന്ന ആളാണ്. അയാളെ വിശ്വസിച്ചു. 100 രൂപ വെച്ചിട്ട് തന്നതുകൊണ്ട് ആ ലോട്ടറി അടിച്ച ടിക്കറ്റും കൂടെ ഒരു 11 ടിക്കറ്റ് കൂടെ തിരിച്ചു കൊടുത്തു. അത് കൊടുത്തെങ്കിൽ മാത്രമേ അയാൾക്ക് 100 രൂപ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് തിരിച്ചു കൊടുത്തത്. പക്ഷെ സുകുമാരിയമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം തൻ്റെ കൈവശം ഇരുന്ന ലോട്ടറി ടിക്കറ്റ് ഇയാൾ വാങ്ങിച്ചല്ലോ, ഇയാൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ പലർക്കും മധുരപലഹാരം വിതരണം ചെയ്ത വിവരം അറിഞ്ഞു. അപ്പൊ അവർക്ക് സംശയമായി. സുകുമാരി അമ്മ 72 വയസ്സുണ്ട്, ബുദ്ധിമതിയാണ്. എന്തായാലും ലോട്ടറി എടുത്താൽ ടിക്കറ്റിന്റെ നമ്പർ എവിടെ കുറിച്ച് വെച്ചു. അപ്പൊ തൻ്റെ കൈ കിട്ടിയ 12 ലോട്ടറിയിലെ 34, 88, 22 അടിച്ചിരിക്കുന്നത്. സുകുമാരി അമ്മ അന്തം വിട്ടുപോയി. എന്തു ചെയ്യാം? തൻ്റെ ഇരുന്ന ലോട്ടറി ടിക്കറ്റ് ആ ലോട്ടറി വിൽപ്പനക്കാരുടെ കയ്യിൽ ചെന്നുപെട്ടു. 100 രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്തു. ആരെ ആശ്രയിച്ചിട്ട് കാര്യമൊന്നുമില്ല, കൈവിട്ടുപോയി ഭാഗ്യം എന്ന് കരുതി. ലോട്ടറി അടിച്ചതാണ്, ആ ഭാഗ്യം കൈവിട്ടിരിക്കുന്നു. അവര് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിസരത്താണ് തൊപ്പി വയ്ക്കുന്നത്. അവർ ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഏമാനെ കണ്ടു. എന്തായാലും മ്യൂസിയം പോലീസ് ഇവരെ മൊഴി പകർത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇവർ പറഞ്ഞ സത്യമാണെന്ന് മ്യൂസിയം പോലീസിന് തോന്നി. ഏതായാലും മ്യൂസിയം പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സത്യസന്ധമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതിനാണ്. അവർ പാവപ്പെട്ട സ്ത്രീയാണ്, അവർ പറഞ്ഞ സത്യമാണ്. അന്ന് അവർക്ക് ബോധ്യപ്പെട്ടു, അവിടുത്തെ SHOയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ SIമാർക്ക്. എന്തായാലും സത്യത്തിൻ്റെ കൂടെ നിന്നു അവര്. അതുകൊണ്ട് അവരെ മൊഴി പകർത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് പ്രതി കണ്ണൻ തന്നെ. അവർ കണ്ണനെ തപ്പിപ്പിടിച്ചു. കണ്ണന്റെ കയ്യിലെ ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 12 ടിക്കറ്റിൽ 11 കയ്യിലുണ്ട്. ഒരെണ്ണം ലോട്ടറി ഓഫീസിൽ കൊടുത്തു. 1 കോടി രൂപ ഇനി കിട്ടണമല്ലോ. ഏതായാലും ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് 1 കോടി കൊടുത്തെന്ന് പോലീസിന് മനസ്സിലായി. ഇയാളെ അറസ്റ്റ് ചെയ്തു, ചീറ്റിംഗ് നടത്തിയതിന്, കബളിപ്പിച്ചതിന്. ഏതായാലും മൊഴി കൊടുത്ത സുകുമാരി അമ്മയുടെ ആ മൊഴിക്ക് സത്യസന്ധതയുണ്ട് എന്ന് പോലീസ് പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയതിലാണ് എനിക്ക് കൂടുതൽ അഭിനന്ദനം. സത്യസന്ധമായ ഒരു കേസ് ഇതാ വരുന്നു എന്നെനിക്ക് മനസ്സിലായി. അയാളെ റിമാൻഡ് ചെയ്തു. അയാളെ
പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം മികവോട് ആ യഥാർത്ഥത്തില് ആ ലോട്ടറിയുടെ ഉടമസ്ഥൻ സുകുമാരിയമ്മയാണ് എന്ന് അവർ റിമാൻഡ് ആപ്ലിക്കേഷനിൽ കണ്ണനെ കോടതിയിൽ ഹാജരാക്കിയപ്പം അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റിമാൻഡ് ആപ്ലിക്കേഷനിൽ അത് എഴുതിയിട്ടുണ്ട്. അവർ അന്വേഷണത്തിൽ ഈ ടിക്കറ്റ് വാങ്ങിയത് സുകുമാരി അമ്മയാണ്, അവരെ കബളിപ്പിച്ചാണ് ഈ ലോട്ടറി അയാൾ കൈക്കലാക്കിയതെന്ന്. ആ ലോട്ടറി 34, 88, 22 ആണ് അയാൾ ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചതെന്നൊക്കെ പോലീസിന് സത്യസന്ധമായ ട്രാക്കിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ എല്ലാം ബോധ്യപ്പെട്ടു. ഏതായാലും കണ്ണന്റെ ലോട്ടറി അടിച്ച ടിക്കറ്റ് ഇനി ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സുകുമാരിയമ്മയ്ക്ക് എത്തണമെങ്കിൽ കണ്ണന്റെ പേരിൽ കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കണം. അതിന്റെ ഫൈൻഡിങ് വരണം. സ്വല്പം കാലതാമസം എന്തായാലും വരും. ഏതായാലും കുറ്റം കോടതി സമ്മതിക്കുന്നതാണ് കണ്ണന് നല്ലത്. താൻ കബളിപ്പിച്ചതാണ് അവരെ. അങ്ങനെയെങ്കിൽ ഒരു ഗുണം ചിലപ്പം ഉണ്ടാവും. 2, 3, 4 ലക്ഷം രൂപ 1 കോടിയില് ചിലപ്പം സുകുമാരിയമ്മ ഇയാൾക്ക് കൊടുത്തെന്ന് വരും. കോടതി ചിലപ്പം ഇയാളുടെ കുറ്റം പുറത്തെന്നും വരും. രണ്ടുപേരും കൂടെ യോജിച്ച് കോടതിയിൽ അത് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. അതുകൊണ്ട് ആ രീതിയിലേക്ക് കണ്ണൻ നീങ്ങുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കേസിനകത്ത് ശിക്ഷ വാങ്ങിക്കും. കാരണം 12 ടിക്കറ്റ് കൊടുത്തതിൽ 11 ടിക്കറ്റ് അയാളുടെ കയ്യിലുണ്ട്. അത് പോലീസ് റിക്കവർ ചെയ്യും. അത് തന്നെയല്ല, അയാളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നതിലും ഭേദം ഇതൊരു സെറ്റിൽമെൻ്റായി കുറ്റം കോടതിയെ സമ്മതിച്ച് അവർക്ക് കൊടുക്കാനുള്ള ആ ടിക്കറ്റ് അവർക്ക് കിട്ടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്ന് അത് ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ എഴുതി കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും ഇയാളെ സഹായിക്കും. 3, 4, 5 ലക്ഷം രൂപ കൊടുത്തിരിക്കും സുകുമാരിയമ്മ. അവരും പാവപ്പെട്ട സ്ത്രീകളാണ്. ഏതായാലും കേരളത്തിലെ ലോട്ടറിയുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും പല വിധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലോട്ടറി ടിക്കറ്റ്, അടിച്ച ടിക്കറ്റ് കൈക്കലാക്കിയ, വസൂലാക്കിയ ആ തട്ടിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ധാരാളം നടന്നിട്ടുണ്ടാവും. പലർക്കും യഥാർത്ഥത്തിൽ ലോട്ടറി അടിച്ച് കിട്ടാതെ പോകുന്ന ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതായാലും സുകുമാരിയമ്മയ്ക്കും ആ മ്യൂസിയം പോലീസിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. സത്യസന്ധമായി അവരുടെ കേസ് അന്വേഷിച്ചതിന് ഒരിക്കൽ കൂടി മ്യൂസിയത്തെ പോലീസിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ സുകുമാരിയമ്മയുടെ കൂടെ നിൽക്കണം. ഈ ടിക്കറ്റിന്റെ 1 കോടി രൂപ അവരുടെ കയ്യിൽ എത്തുന്നിടം വരെ മ്യൂസിയം പോലീസ് അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.